വളരെ ഗുരുതരമായ ആ സമയത്ത് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള റിനി ആൻഡ് ജോർജ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. റിനി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവികാസമാണ് ഉണ്ടായിരിക്കുന്നത്. നേരിട്ട് ആ യുവതി പരാതി നൽകിയിരിക്കുന്നു. അതും മുഖ്യമന്ത്രിയുടെ കൈകളിലേക്കാണ് ആ പരാതി നേരിട്ട് ചെല്ലുന്നത്. ഇനി പോലീസ് സ്വാഭാവികമായിട്ടും ഉടനടി അതിന്റെ അടുത്ത നടപടികളിലേക്ക് പോകാനുമാണ് സാധ്യത. എന്ത് തോന്നുന്നു റിനി ഇപ്പോൾ? ചാരിതാർത്ഥ്യമുണ്ട്. ഇതുപോലെയുള്ള അതിജീവിതകൾ ഇനിയും മുന്നോട്ട് വരണം. മടിച്ചു നിൽക്കാതെ നിയമത്തിന്റെ മുന്നിലേക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്കോ വന്നുകൊണ്ട് അവർ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഇനിയും തുറന്ന് പറയണം എന്നുള്ളതാണ്. ഒരു അതിജീവിതയല്ല, ഇനി അതിജീവിതകൾ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ മടിച്ച് പേടിച്ച് ഇരിക്കരുത്. നിങ്ങളുടെ നീതി നടപ്പാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതിനായി പോരാടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാടൊക്കെ റിനിക്കറിയാവുന്നതാണ്. അതിനുശേഷം രാഹുൽ എങ്ങനെയാണ്? കുറച്ചു നാളത്തെ ഒരു നിശബ്ദതയ്ക്ക് ശേഷം പാലക്കാട് വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇതൊന്നും ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന നിലയിലാണ് രാഹുലിൻ്റെ പരിപാടികളുമായി, അവിടെ രാഷ്ട്രീയ പരിപാടികളുമായി മുന്നോട്ട് പോയിരുന്നത്. ഇനിയും അത് തുടരാനുള്ള സാധ്യതയുണ്ടോ? കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാടോ നടപടി എടുക്കുന്നുണ്ട് എന്നൊരു ബോധ്യം തോന്നുന്നുണ്ടോ റിനിക്ക്? അല്ല, അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പാർട്ടിയാണ് അതിനെക്കുറിച്ച് തീരുമാനിക്കേണ്ടത്. അല്ല, ഇതുവരെ എടുത്ത ഒരു പുറമേ നിന്ന് കാണുന്നയാളെന്ന നിലയ്ക്ക് ആ പാർട്ടി ഇതിൽ ഉചിതമായ നടപടി സ്വീകരിച്ചു എന്ന് റിനി കരുതുന്നുണ്ടോ? പാർട്ടി എന്ന നിലയിൽ ഇതുവരെയുള്ള കാര്യത്തിൽ ഉചിതമായ നിലപാട് നടപടി തന്നെയാണ്. ഇനിയും തുടർന്ന് നടപടികൾ ഉണ്ടാകുമോ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇതുവരെ നടത്തിയിരിക്കുന്ന നടപടികളിൽ നല്ല നടപടികൾ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ആ വ്യക്തി അതിനോട് അനുസരിച്ചോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല.